സാർ നമസ്കാരം. നമസ്കാരം. ഈ കഴിഞ്ഞ മെയ് 27-ാം തീയതി ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വാടക വീട്ടിൽ ഇ.ഡി. റെയ്ഡിന് എത്തിയിട്ടുണ്ടായിരുന്നു. വീണ വിജയന്റെ എക്സാലോജിക് എന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ റെയ്ഡിനെത്തിയത്. ഈ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് 10 മണിക്കൂർ നേരം റെയ്ഡ് ഉണ്ടായിരുന്നു. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് അവിടെ CPM-ന്റെ മുൻ മന്ത്രിമാരും CPM-ന്റെ MP-മാരും CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാരും CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമെല്ലാം അടങ്ങുന്ന വൻ ജനാവലി തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. CPM-ന്റെ നേതാവായ പിണറായി വിജയനെ തകർക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED-യെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായ നാടകം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ED-യെ പ്രതിരോധിച്ചതും ED റെയ്ഡ് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് 3 കാറുകളിലായി മടങ്ങി അവരെ ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞാൽ കേരളം ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ചില വിക്രിയകളായിരുന്നു. കയ്യിൽ കിട്ടിയ ചുടുകട്ട കൊണ്ടും വടി കൊണ്ടും അതുപോലെ കുപ്പിവെള്ളം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കാറിന് നേരെ എറിയുന്നു, കാറിൻ്റെ ചില്ല് തകർക്കുന്നു, ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. ഇതിൽ പോലീസ് ED-ക്കെതിരെയുള്ള വധശ്രമത്തിനാണ് അന്ന് 26 പേർക്കെതിരെ കേസെടുത്തത്. കണ്ടാലറിയാവുന്ന 300 പേർക്ക് വേറെയും കേസെടുത്തു. 26 പേരെ പിന്നീട് പോലീസ് റിമാൻഡ് ചെയ്യുന്നു. റിമാൻഡ് ചെയ്യുമ്പോൾ പിന്നീട് PP ഗീനാകുമാരിയുടെ ഇടപെടൽ കൊണ്ട് അതിലൊരാൾക്ക് ജാമ്യം കിട്ടുന്നു. അയാൾ പുറത്തേക്ക് പോകുന്നു, അതായത് വിദേശത്തേക്ക് കടക്കുന്നു. ബാക്കി 25 പേരും ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഇവർക്ക് 2 ആഴ്ച കഴിഞ്ഞെങ്കിലും ജാമ്യം കിട്ടുമെന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ കൃത്യമായി പ്രോസിക്യൂഷൻ ഇതിന് ശക്തമായ നിലപാടുകൾ എടുത്തതോടുകൂടി ജാമ്യം കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ 25 പേർക്ക് വേണ്ടി ഹൈക്കോടതിയിലെ ഉന്നതരായ അഭിഭാഷകരെ ഇറക്കിക്കൊണ്ട് CPM ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന അഭിഭാഷക വൃന്ദങ്ങളെ ഇറക്കി, ഉദയഭാനു അടക്കമുള്ള അഭിഭാഷക വൃന്ദങ്ങളെ ഇറക്കി തന്നെയാണ് ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് അവർ ഇങ്ങനെ ഒരു നടപടിക്ക് വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ കാരണം സർക്കാർ ഭാഗികമായെങ്കിലും ഇക്കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത വന്നതിനെ തുടർന്നാണ്. അപ്പോൾ ഈ പ്രതികൾക്കെതിരെ ഭാഗികമായെങ്കിലും കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായ ജാമ്യം ഇവർക്ക് നിഷേധിക്കപ്പെടും. പിന്നീട് ജയിൽ തകർന്നാലും പുറത്തിറങ്ങാനുള്ള സാധ്യത കുറവായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിനാലാണ് ഇപ്പോൾ ഈ വലിയ വില കൂടിയ അഭിഭാഷകരെ ഇറക്കി ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ മറ്റൊരു കടമ്പ കൂടിയുണ്ട്. സാധാരണഗതിയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നും ഒരു കേസ് ഉണ്ടാകാറില്ല. എന്നാൽ ED ഉദ്യോഗസ്ഥർ 7 പേരാണ് അന്ന് റെയ്ഡിനെത്തിയിരുന്നത്. ഈ 7 പേരും ഇപ്പോൾ ഈ 25 പേർക്ക്, ജയിലിൽ കിടക്കുന്ന 25 പേർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. 1 കോടി രൂപ വച്ച് ഓരോ ആളുകൾക്കും നഷ്ടപരിഹാരം കിട്ടണം. അവർക്ക് അത്രത്തോളം മാനസിക ക്ലേശമുണ്ടായി, ശാരീരിക ക്ലേശമുണ്ടായി. ഇതിന് 1 കോടി രൂപ വീതം 7 പേർക്കും കിട്ടണമെന്ന് പറയുമ്പോൾ 7 കോടി രൂപ ഈ 25 പേർ നൽകണം എന്നുള്ളതാണ് കേസ്. അങ്ങനെയെങ്കിൽ ജാമ്യം കിട്ടിയാലും ഈ ED കൊടുത്തിരിക്കുന്ന കേസിൽ ഒരു തീർപ്പാകാതെ ഇവർക്ക് പുറത്തിറങ്ങാനും കഴിയില്ല എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? പ്രദീപ് പറഞ്ഞ ആ മുന്നറിയിപ്പ്, ഇവർക്ക് ജാമ്യം കിട്ടിയാൽ പോലും ജാമ്യ വ്യവസ്ഥകൾ സ്ട്രിക്റ്റായിരിക്കും, സ്ട്രിഞ്ചൻ്റ് വ്യവസ്ഥകളായിരിക്കും. നഷ്ടപരിഹാരം 7 കോടി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് പൂർത്തീകരിക്കാതെ ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇതിൽ ഇപ്പോൾ CPM വന്നിരിക്കുന്ന ധാർമ്മിക പ്രശ്നം എന്ന് പറഞ്ഞാൽ, നാളെ പിണറായി വിജയനെതിരായി ഇതുപോലൊരു കേസ് വരികയും ജാമ്യത്തിൽ ഇറങ്ങാൻ വേണ്ടി കേരളത്തിലെ മുഴുവൻ വക്കീലന്മാരെ കൊണ്ടുവരികയും, ഇത് പിണറായി വിജയനോ വീണ വിജയനെതിരായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ വക്കീലന്മാരെ കൊണ്ടുവന്ന് കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ബാധിക്കാൻ കൊണ്ടുവരികയും ചെയ്യുകയും, ഈ പാവം പിടിച്ച സഖാക്കൾ ഇവിടെ ED-യെ ആക്രമിച്ച് വീണ വിജയനെ മോചിപ്പിക്കാൻ ശ്രമിച്ച സഖാക്കൾ, അല്ലെ പിണറായി വിജയൻ്റെ വീട്ടിലെ സംരക്ഷണം കൊടുക്കാൻ ശ്രമിച്ച സഖാക്കൾ, ഇവർ ജയിലിൽ കിടന്ന് സ്വന്തം പിതാവിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പോലും ശാന്തമായി പങ്കെടുക്കാൻ പറ്റാതെ വന്നവർ, ഇവരോട് എന്ത് പറയും, ന്യായം പറയും? ഇവർക്ക് വേണ്ടി ജാമ്യം കിട്ടാതിരിക്കുകയും ഇവർക്ക് വേണ്ടി ഏറ്റവും അത്ര ഗൗരവത്തിൽ കേസ് നടത്താതിരിക്കുകയും ചെയ്തിട്ട് പിണറായി വിജയൻ്റെയും വീണയുടെയും വിജയം വരുമ്പോഴത്തേക്ക് ഈ കേസ് എങ്ങനെ നടത്താൻ പറ്റും? പാർട്ടിക്ക് വേണ്ടിയല്ല, കത്താണെങ്കിലും ആരാണെങ്കിലും. ഇവരെ പിണറായിക്ക് വേണ്ടി കേസ് നടത്താൻ കത്തായ പോലെ പ്രമാണിമാരുണ്ട്. ഈ പാവം പിടിച്ച പിള്ളേർക്ക് വേണ്ടി ഒരാളുള്ളത് കത്താ പോയോ? ഇവർക്ക് വേണ്ടി കേസ് നടത്താൻ കത്താ പോയോ? അത് ഏറ്റവും അതിനകത്തെ ക്രൂഷ്യൽ പോയിൻ്റാണ്.
ഇത് ഫലത്തിൽ കർത്തായിക്കൂടെ വേണ്ടിയുള്ള സമരമായിരുന്നു അല്ലേ? ഇവിടെ ഈ രാജ്മോഹൻ സാർ പറഞ്ഞവിടെ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീണ വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ്റെ മകൾ, അവർ CPM-ൽ അംഗത്വം എടുത്തിട്ടില്ല. അവർ CPM കാരിയല്ല. പിണറായി വിജയൻ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ, ഇപ്പോൾ അതിൻ്റെ പേരിലാണല്ലോ വീണയുടെ വീട്ടിൽ റെയ്ഡ് ഉണ്ടായത് മാസപ്പടി വിവാദത്തിൽ. അന്ന് നിയമസഭയിൽ മാത്യു കുഴൽനാടൻ MLA, മൂവാറ്റുപുഴ MLA പിണറായി വിജയനോട് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മകളുടെ പങ്കിനെക്കുറിച്ച് അത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ വന്ന് റിപ്പോർട്ട് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് അത് രണ്ട് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടാണ്, രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. എൻ്റെ മകളായതിൻ്റെ പേരിൽ വീണ വിജയന് സ്വകാര്യ സംരംഭങ്ങൾ തുടങ്ങാൻ പാടില്ലായില്ലല്ലോ. എൻ്റെ ഭാര്യ സ്കൂൾ ടീച്ചറായിരുന്നു. അവർ വിരമിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ആ തുക കൊണ്ട് വലിയ ചെറിയ ഒരു തോതിൽ തുടങ്ങിയ ഒരു കമ്പനിയാണത്. അപ്പോൾ എൻ്റെ മകളായതിൻ്റെ പേരിൽ അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ പാടില്ലായില്ലല്ലോ. രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് അവിടെ CMRL-ഉം എക്സാലോജിക്കും തമ്മിൽ നടന്നിരിക്കുന്നത്. അതിനവർ GST-യും അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല, വെറുതെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരെ സഭയിലേക്ക് വലിച്ചഴക്കരുതെന്ന് ക്രുദ്ധനായി ആണ് അന്ന് മാത്യു കുഴൽനാടന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയത്. അങ്ങനെയെങ്കിൽ രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിൽ നടന്ന ഇടപാടിനെ ചൊല്ലി കേന്ദ്ര അന്വേഷണ ഏജൻസി അവരുടെ വീട്ടിൽ, ഈ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് റെയ്ഡിന് വരുമ്പോൾ പിന്നെ CPM-കാർക്ക് അവിടെ എന്താണ് പങ്ക്? CPM-കാരി പോലുമല്ല വീണ വിജയൻ. പിന്നെ മറ്റൊരു കാര്യം ഇവർ പറയുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയനെ രാഷ്ട്രീയമായി തകർക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ നീക്കം നടക്കുന്നത്. നോക്കൂ, ഏത് തരത്തിലാണ് CPM എന്ന പാർട്ടിയും ആ പാർട്ടിയുടെ കേരളത്തിലെ നേതാവുമായ പിണറായി വിജയൻ കേന്ദ്രത്തിലെ സർക്കാരിന് രാഷ്ട്രീയമായൊരു വെല്ലുവിളി ഉയർത്തുന്നത്? എവിടെയാണ് അവിടെ ഈ CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ MP-മാർ തലവേദനയായി നരേന്ദ്രമോദിക്ക് മാറുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഏത് തരത്തിലാണ് പിണറായി വിജയൻ എന്നൊരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയമായി മോദിക്ക് അല്ലെങ്കിൽ BJP സർക്കാരിന് അവിടെ ഒരു വിഘാതമായി നിൽക്കുന്നത്? അങ്ങനെയുള്ള ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയെ ഇല്ലായ്മ ചെയ്യേണ്ട ആവശ്യകത എങ്ങനെയാണ് BJP എന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാകുന്നത്? രാഷ്ട്രീയമായി പിണറായി വിജയനെ തകർക്കാൻ വേണ്ടി ED ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യകത ഇപ്പോൾ നിലവിലെ കേന്ദ്രമന്ത്രിസഭയ്ക്ക് എന്താണ്? അപ്പോൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ, അതായത് CPM-കാരെ പറഞ്ഞ് പറ്റിക്കുകയാണ് ചെയ്തത്. മറ്റൊരു കാര്യം കൂടി, ഇപ്പം പിണറായി വിജയനെ കേരളത്തിലെ മന്ത്രിസഭ നിലനിർത്തുന്നതിന് കേന്ദ്രത്തിന് ഏതെങ്കിലും തരത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു എങ്കിൽ അത് കോൺഗ്രസ് ഇതര അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളൊരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്. കാരണം കേരളത്തിൽ നിന്നാണ് 19 MP-മാർ വീതം സഭയിലേക്ക് എത്തിയിട്ടുള്ളത്, ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ളത്. അവർ കോൺഗ്രസ് MP-മാർ നരേന്ദ്രമോദിക്ക് തലവേദനയാകും എന്ന കാരണത്താൽ ഇവിടെ കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പിണറായി വിജയൻ ഒരുപക്ഷെ അവർ വളർത്തിയിട്ടുണ്ടാവാം. BJP-യുടെ B ടീമായാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പ്രവർത്തിച്ചിരുന്നതെന്നൊരു ആക്ഷേപമൊക്കെ ഉണ്ട്. അപ്പോഴും നരേന്ദ്രമോദിക്ക് അവിടെ രാഷ്ട്രീയത്തിൽ ഭരണത്തിൽ യാതൊരു രാഷ്ട്രീയ ഭീഷണിയില്ലാത്ത പിണറായി വിജയനെ രാഷ്ട്രീയമായി തകർക്കുന്നതിന് ED ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ സാങ്കത്യം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അതെന്ത് തന്നെയായാലും പിണറായി വിജയനെതിരെയുള്ള ഒളിയമ്പായിരുന്നില്ല ഇത് എന്നുള്ളത് പിണറായി വിജയൻ തന്നെ അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് അവരൊന്നും ചോദിച്ചില്ല, വീണയോട് എന്തൊക്കെയോ ചോദിക്കുന്നത് കേട്ടു. വീണ്ടും അദ്ദേഹം ചേർത്ത് പറഞ്ഞത് ഇതിനെ നമ്മൾ ഒരുമിച്ച് ചെറുത്ത് തോൽപ്പിക്കും. രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിന് CPM എന്തിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇറങ്ങുന്നത്? CPM-കാർ ഇപ്പോൾ 25 പേര് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് വീണ വിജയൻ CPM-കാർ പോലും അല്ലാതെ ഇരുന്നിട്ട് എന്തിനാണ് അവർ ED-യെ ഉപദ്രവിക്കാൻ പോയത്? ഇതൊക്കെ അവർ ചിന്തിക്കേണ്ട കാര്യമല്ലേ? അവരുടെ വീട്ടുകാർ ഇത് തന്നെ പറയുന്നത്. വീണ വിജയൻ ഇപ്പോഴും AC റൂമിൽ പട്ടുമത്തയിൽ കിടന്നുറങ്ങുന്നു, പിണറായി വിജയൻ AC റൂമിൽ പട്ടുമത്തയിൽ കിടന്നുറങ്ങുന്നു. ഞങ്ങളുടെ ഭർത്താക്കന്മാരോ മക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടിയോ ഒക്കെ ജയിലിൽ സിമെന്റ് തറയിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ. അച്ഛൻ്റെ ശവകൊളുത്താൻ പോലും പറ്റിയില്ല. അതെ, അച്ഛൻ മരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരാൾക്ക് 3 ദിവസത്തെ പരോളല്ല ജാമ്യമാണ് അനുവദിച്ചത്. ഈ 3 ദിവസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശേഷക്രിയ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആറ്റുകാൽ ഉണ്ണി എന്ന് പറയുന്ന ഒരാളാണ് ഈ ആ പ്രതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരാൾ IP ബിനു എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഷുഗർ ഉൾപ്പെടെയുള്ള അസുഖങ്ങളുണ്ട്, മരുന്ന് കഴിക്കുന്ന ആളാണ്. ഇതൊന്നും സാധ്യമാവാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. എന്തിനു വേണ്ടിയാണ്? ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു കമ്പനിയുമായി നടത്തിയ ഇടപാടിൽ അവർ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു കേസുമായി ബന്ധപ്പെട്ട് ED അന്വേഷണത്തിന് വരുമ്പോൾ CPM-കാർ എന്തിനു വേണ്ടിയാണ് തെരുവിലിറങ്ങി പ്രതിരോധിച്ചത്?
എന്തിനു വേണ്ടി പ്രതിരോധിക്കുന്നു? ഇപ്പോൾ 25 പേര് അകത്ത് കിടക്കുന്നത് അതുകൊണ്ടാണ്. സർക്കാർ ഇവർക്കെതിരെ ഭാഗികമായ കുറ്റപത്രം സമർപ്പിക്കുകയാണെങ്കിൽ ഇനി ഇവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലെ വലിയ അഭിഭാഷകരെ ഇറക്കി ജാമ്യത്തിന് ശ്രമിക്കുന്നത്. ജാമ്യം കിട്ടിയാൽ പോലും ED കൊടുത്തിരിക്കുന്ന കേസിൽ 1 കോടി വെച്ച് അവർക്ക് 7 പേർക്ക് അതേ 7 കോടി കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കൂടി നിലവിൽ നിൽക്കുമ്പോൾ ED കേൾക്കാതെ എന്തായാലും ബഹുമാനപ്പെട്ട കോടതി ഇവരുടെ ജാമ്യ ഹർജി പരിഗണിക്കും എന്നുള്ളത് നമുക്കറിയില്ല. നിയമവൃത്തങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പട്ടിണി പാവങ്ങളായ അല്ലെങ്കിൽ അന്നാന്ന് ജോലിക്ക് പോയി കഴിഞ്ഞുകൂടുന്ന ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് 25 പേർക്ക് സഹാക്കന്മാർക്ക് എവിടെ നിന്നാണ് 7 കോടി ഉണ്ടാക്കാൻ സാധിക്കുക? അത് ഇനി പാർട്ടി ബക്കറ്റ് പിരിവ് അതിനു വേണ്ടി നടത്തുമോ ഇല്ലെന്ന് അറിയില്ല. എങ്കിലും ജാമ്യ കിട്ടുക എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ്. ഇവിടെയാണ് ഈ പാർട്ടി അന്ധമായി ഈ മുൻപേ പോയവൻ എങ്ങനെ ചൊല്ലി അങ്ങനെ തന്നെ സിന്ദാബ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വീണ്ടും 2 തവണ ED വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ച് വരുത്തിയപ്പോൾ ആരെയും ഒരു പ്രതിഷേധം നമ്മൾ കണ്ടില്ലല്ലോ. പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. എങ്ങനെയാണ് ഈ കാര്യത്തിലൊരു പരിസമാപ്തി ഉണ്ടാകുക എന്നുള്ളതാണ് രാജ്മോഹൻ സാർ നോക്കിക്കാണുന്നത്. എനിക്കതിനകത്ത് കാണുന്നത് ഏറ്റവും രസകരമായ കാര്യം, ഉറപ്പായിട്ടും അടുത്ത 6 മാസത്തേക്കെങ്കിലും മിനിമം പിണറായി വിജയൻ ഒരു മൃദു UDF സമീപനം പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയോടും VD സതീശനോടും കാണിക്കാനാണ് സാധ്യത. ഈ കേസിലെ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായാൽ പിന്നെ അടുത്ത മാർഗം ജയിലിൽ പോയി കിടന്നാൽ ഇടയ്ക്കൊക്കെ കൊടീസുനിയൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്, പരോളിൽ നടക്കണം. അവരൊക്കെ ഭൂരിഭാഗം ദിവസം പുറത്താണല്ലോ. എല്ലാ സൗകര്യവും ജയിലിൽ കിട്ടുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ തുറന്ന ജയിലിൽ കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. അതുപോലത്തെ ഒരു സൗകര്യം കിട്ടണമെങ്കിൽ അത് സതീശനോ രമേശ് ചെന്നിത്തല വിചാരിക്കണം. ആ ഒരു ഭയം ഉള്ളിൽ ഭീരുവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുമ്പോൾ ഇപ്പോൾ ഒരു ഭീരുവിൻ്റെ ലക്ഷണം. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അതേക്കുറിച്ച് അറിയാറ്. മുഖ്യമന്ത്രിയുടെ ഒരു വിവേചനാധികാരം അവിടെ ഉണ്ടല്ലോ, ആഭ്യന്തര വകുപ്പുമന്ത്രിയുടെയൊക്കെ. അപ്പോൾ ആ ഭീരുത്വം എന്ന് പറഞ്ഞാൽ പാണ്ഡ്യാലക്ഷാജിയൊക്കെ കൃത്യമായിട്ട് പറയും, അദ്ദേഹത്തിൻ്റെ ഭീരുത്വത്തെക്കുറിച്ച് പറയും. ധൈര്യമില്ല. പക്ഷെ അദ്ദേഹം ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന ആളാണ്, അത് മറന്നു പോരുത്. അത് സിനിമ ആന്ധ്രയിലെ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്ന ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് കൊണ്ടുവന്ന വാളായിരിക്കും. അത്രയും വാളാണെങ്കിൽ കുഴപ്പമില്ല, കുത്തിയ കയറിപ്പോക്കോളൂ. ശരീരത്തിലേക്കല്ല, വാള് സ്വയം പുറകോട്ട് പോക്കോളൂ. അത് ഇവിടെ ആ ധൈര്യത്തെക്കുറിച്ചല്ല. ഇങ്ങനെയുടെ എന്ത് കാര്യത്തിൽ ഇങ്ങേർക്ക് ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റും? ഈ കർത്താവുമായിട്ട് ഇടപാടൊന്നും ഇല്ലായിരുന്നു. ഒരു പൈസയുടെയെങ്കിലും ഇടപാട് കർത്താവായിട്ടുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടി? അത് സഖാക്കൾ ചോദിക്കേണ്ട ചോദ്യമാണ്. താങ്കൾ എന്തിനു വേണ്ടി ഈ പാർട്ടിയെ വിറ്റ് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ പോയി? അല്ല, അവിടെ സാറ് പറഞ്ഞത് വളരെ ഒരു വ്യക്തമായൊരു കാര്യമുണ്ട്. കാരണം 2017 മുതലാണ് ഈ CMRലുമായി എക്സാലോജിക്കിന് ഇടപാട് പറയുന്നത്. അതിന് തൊട്ട് മുൻപാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2026 വരുമ്പോഴേക്കും വീണയുടെ ഒരു അക്കൗണ്ടിൽ ഏതാണ്ട് 19 കോടി രൂപയാണ് ED മരവിപ്പിച്ചിരിക്കുന്നത്. 80 സെൻറ്റ് സ്ഥലം അവർ പിണറായി വിജയൻ്റെ പിണറായിലുള്ള വീടിനോട് പുരയിടത്തിനോട് ചേർന്ന് വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ ED കണ്ടുകെട്ടിയിട്ടുണ്ട്. കൂടാതെ ലോക്കർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി കോഴിക്കോട് ആസ്ഥാനമായി നടത്തിയിരുന്ന ഒരു കടലാസ് കമ്പനി, അഡ്രസ്സിൽ ആ കമ്പനിയൊന്നുമില്ല. അപ്പോൾ ആ കമ്പനിയുടെ അക്കൗണ്ടിൽ 15.75 ലക്ഷം അതും കണ്ടുകെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ സഖാക്കന്മാരൊന്നും മനസ്സിലാക്കണം, എങ്ങനെയാണ് എന്ത് ഇടപാടാണ് ഇവർ ചെയ്തിരുന്നത്, എവിടെ നിന്നാണ് അവർക്ക് ഈ പണം? ഈ അടിസ്ഥാന വർഗത്തിൻ്റെ അടിയാളവർഗത്തിൻ്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്ന ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ രാപ്പകൽ പണിയെടുത്തിട്ട് അവർക്ക് എത്ര രൂപ കൂലി കിട്ടുന്നുണ്ട്, എത്ര ചെലവ് കഴിഞ്ഞിട്ട് ദൈനംദിന ചെലവ്, അതെ, എത്ര ദൈനംദിന ചെലവ് കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ, ഈ 19 കോടി രൂപ എവിടെ നിന്ന് വന്നു, എന്താണ് സോഴ്സ് ഓഫ് ഇൻകം, എവിടെ നിന്നാണ് പണം കിട്ടിയത് എന്നിപ്പോൾ സാറ് പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ട് ഇവരൊന്ന് ചിന്തിക്കണ്ടേ, എന്ന് ചോദിക്കണ്ടേ? എന്നിട്ട് വേണ്ട ഇത്തരം കാര്യങ്ങളുമായി ഇറങ്ങി തിരിച്ച് കൊടി പിടിക്കാനോ അല്ലെങ്കിൽ EDയുടെ കാറ് തല്ലിപ്പൊളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ അതിനു മുമ്പ് ചോദിക്കണ്ടേ എന്താണ് ഇതിലെ ന്യായമായ കാര്യം, അല്ലെങ്കിൽ എന്താണ് ഇതിൽ സംഭവിച്ചത്? അല്ല, സഹാക്കളെ ചോദിച്ചാൽ പറയുന്ന ഒരു മറുപടി, നിങ്ങൾക്ക് എന്തിനാ കാശുണ്ടാക്കേണ്ടത്, ഇങ്ങനെ കാശുണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചാൽ പറയുന്ന മറുപടി, ഒരു ബംഗാളി നോവലുണ്ട് വിലയ്ക്ക് വാങ്ങാം, ബങ്കിംചന്ദ്രയായിട്ട് അവരുടെ ആരാണെന്ന് തോന്നുന്നു, വിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാം. അപ്പോൾ അതിലൊരു വലിയ നേതാവിനെ, കോൺഗ്രസിൻ്റെ കാലത്തുള്ള ഗാന്ധിയൻ പശ്ചാത്തലമൊക്കെ ഉള്ളൊരു നേതാവിനെ കാണിക്കുന്നുണ്ട്. അതിന് അശുതോഷ് മുഖർജി, ഞാൻ കൃത്യമായിട്ട് മറന്നുപോയി, അശുതോഷ് മുഖർജി എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് കാണിക്കുന്നത്. ഇദ്ദേഹം ഭയങ്കരമായി കൈക്കൂലി മേടിക്കുകയാണ്, ഇഷ്ടംപോലെ പിന്നെ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇത് കണ്ട് മടുത്ത് കുറേ കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയെ പോയി കാണുക, അങ്ങ് എന്തിനാണ് ഇത്രയും കാശുണ്ടാക്കുന്നത്? അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല, അങ്ങനെ വേറെ സമ്പാദ്യങ്ങളൊന്നുമില്ല,
അപ്പോൾ പറഞ്ഞു എനിക്കിതൊന്നുമില്ല, ഞാൻ ജീവിക്കുന്നത് ബംഗാളിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പൈസ ആർക്ക് വേണ്ടിയായിരിക്കും? പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന പൈസയാണിത്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഇതെൻ്റെ ഇപ്പോൾ തൽക്കാലം എൻ്റെ ഇരിക്കണമെന്ന് മാത്രം. ആ രീതിയിലുള്ള വ്യാഖ്യാനമാണ്, സൂക്ഷ്മകാരം മാത്രമാണ്. ആ വ്യാഖ്യാനമാണ് പിണറായി വിജയൻ നൽകുന്നത്. അത് വിശ്വസിച്ച് കൈയടിക്കാനുള്ള സഹാക്കളുണ്ട് താനും. പിണറായി വിജയൻ ഉണ്ടാക്കിയത് മുഴുവൻ പാർട്ടിക്ക് വേണ്ടിയാണ്. സാറ് പറഞ്ഞത് ബംഗാളി നോവലാണ്, അത് ഒരു ഭാവനയാണ്. ഇവിടെ റിയാലിറ്റിയാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അതാണ് ഇപ്പോൾ ഈ കഥ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കുമ്പസരിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ കുമ്പസാരത്തിന് ചെന്ന ആളോട് ചോദിച്ചു, നിനക്ക് ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ നീ അത് മറ്റുള്ളവർക്ക് കൊടുക്കുമോ? കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും കൊടുക്കുക അച്ചോ എന്ന് പറഞ്ഞു. എന്നാൽ നിനക്കൊരു 4 കോൺഗ്രസ്സുകാരുണ്ട്, അതിൽ 2 പാവപ്പെട്ടവർക്ക് കൊടുക്കുക അച്ചോ എന്ന് പറഞ്ഞു. നിനക്ക് 3 പശുക്കളുണ്ടെങ്കിൽ അതിൽ 2 അന്യർക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കൊടുക്കില്ല അച്ചോ എന്ന് പറഞ്ഞു. അതെന്താ? എനിക്ക് 3 പശുക്കളുണ്ട് അച്ചോ, ബാക്കിയൊന്നും എനിക്ക് ഇല്ലാത്തതാണ്. അപ്പം ഇല്ലാത്ത സംഭവം കൊടുക്കാൻ വലിയ വാഗ്ദാനം ചെയ്യാൻ എന്ന് പറഞ്ഞ പോലെ സാറ് പറഞ്ഞത് അവിടെ ബംഗാളി നോവലിലുള്ളത് ഭാവന തീർത്തും ഭംഗിയുള്ളൊരു ഭാവന, അവിടെ ഭാവനാവിലാസമുണ്ട്. പക്ഷെ ഇവിടെ റിയാലിറ്റിയാണ്. ഇവിടെ ഇവർ അഴിമതി നടത്തി അതിലൂടെ പണം ഉണ്ടാക്കി. അല്ല, അത് വിശ്വസിക്കുന്ന പാർട്ടി, കൈയടിക്കുന്ന പാർട്ടിക്ക് അതാണ് കുഞ്ഞുങ്ങളൊക്കെ. ഇപ്പോഴും ഇതിൻ്റെ ഈ റിയാലിറ്റി തിരിച്ചറിയാൻ ഇവർക്ക് പറ്റുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ ഒരു കാരണമില്ലാതെ ഇവർ പറയുന്നത് പോലെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു നേതാവിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ പിണറായി വിജയൻ അല്ലാതെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിലും മറ്റ് തലമുതിർന്ന നേതാക്കന്മാരില്ലേ? അല്ല, പിണറായി വിജയൻ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ എന്ത് രാഷ്ട്രീയ നിലപാടാണ് പറയുന്നത്? ഏതെങ്കിലും ഒരു എക്കണോമിക് ഇഷ്യൂവിനെ കുറിച്ച്, പൊതു ഇഷ്യൂവിനെ കുറിച്ച് ചർച്ച പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ? ഒരു കാര്യം പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ. കാരണം പിണറായി വിജയൻ രാഷ്ട്രീയം പറയുന്നില്ല. ഓൾറെഡി രാഷ്ട്രീയക്കാരനല്ലാതായി, അയാളൊരു ട്രേഡറായി. ലാഭം കിട്ടുന്ന ഇടപാട് അത് എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും, ആരിൽ നിന്ന് കിട്ടും? അജിത് കുമാറിൽ നിന്നാണ് അജിത് കുമാർ, ശിവശങ്കറിൽ നിന്നാണ് ശിവശങ്കർ, സ്വപ്ന സുരേഷിൽ കൂടിയാണ്. അങ്ങനെ ഏത് രീതിയിൽ ഈ ധനസമ്പാദനത്തിൻ്റെ മാർഗത്തിലേക്ക് അദ്ദേഹം പോയപ്പം നന്ദകുമാർ സാർ പറഞ്ഞ പോലെ ലാവലിംഗ് കേസിൽ ഇടപെട്ടപ്പോൾ തൊട്ട് കാശുണ്ടാക്കാനുള്ള മാർഗത്തെക്കുറിച്ചുള്ള ചിന്തയായി അത് തലച്ചോറ് മുഴുവൻ ഈ കാര്യത്തിന് മാറ്റുക. അതിനുപറ്റി ഉദ്യോഗസ്ഥന്മാർ ശിവശങ്കർമാരെ ഇപ്പോൾ ശശിയെ കൊണ്ടുവന്നു. ശശി അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കാൻ റെഡിയാന്നേ. സാറ് പറഞ്ഞപ്പോൾ ഈ എൻ ശിവശങ്കറിൻ്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തൽ പ്രകാരം നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ഇപ്പോഴും ശിവശങ്കരൻ പിണറായി വിജയന് വേണ്ടി ക്ലറിക്കൽ ജോബുകൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അറിയുന്നത്. കാരണം പിണറായി വിജയൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ വരുമാന മാർഗ്ഗങ്ങൾ അത് എങ്ങനെ എവിടെ ചെലവഴിക്കണം, ഏത് രീതിയിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അത് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് ശിവശങ്കരൻ തന്നെയാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കത് മറ്റൊരു അഭിമുഖത്തിൽ മറ്റൊരാൾ പറഞ്ഞ കാര്യമാണത്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സാറ് പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇതുവരെ ഒരു നിലപാട് അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഏത് തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ളത് പറയുന്നതോടൊപ്പം തന്നെ ഈ CPM-നകത്ത് ഉൾപാർട്ടി ജനാധിപത്യം പുലരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും വിമർശനാത്മകമായിട്ടുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നേതാക്കൾക്കെതിരെ നേതാവേ, സഖാവേ, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നില്ല. എന്താ അതിൻ്റെ നിജസ്ഥിതി? എന്തുകൊണ്ടാണ് നിങ്ങളെ മാത്രം വട്ടമിട്ടുകൊണ്ട് ഇങ്ങനെ പോലീസും അന്വേഷണ ഏജൻസികൾ വരുന്നത്, മറ്റ് നേതാക്കന്മാരുടെ അടുത്തേക്ക് ചെല്ലാത്ത എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലാണ് അവർക്ക് ശല്യമാകുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാൻ പറ്റിയ സഖാക്കന്മാർ ഈ പാർട്ടിയിൽ ഇല്ലാതെ പോയോ? അവിടെയാണ് VS അച്യുതാനന്ദനെ പോലുള്ള സഖാക്കന്മാരുടെ അഭാവം കേരളം അല്ലെങ്കിൽ CPM കണ്ടറിയുന്നത് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, ഈ 25 പേർക്ക് ഇനി ജാമ്യം ഏതെങ്കിലും തരത്തിൽ നിയമ വ്യവഹാരത്തിലൂടെ ജാമ്യം കിട്ടുകയാണെങ്കിലും ED കൊടുത്തിരിക്കുന്ന ഈ മാനനഷ്ട കേസ് അല്ലെങ്കിൽ നഷ്ടപരിഹാര കേസ്, അതുമായി ബന്ധപ്പെട്ട് അവരുടെ വാദം കേൾക്കാതെ, അവരെ കൂടി പരിഗണിക്കാതെ അല്ലെങ്കിൽ അവരുടെ ഹർജി കൂടി കേൾക്കാതെ ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണെന്നുള്ളത് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ചെയ്ത തെറ്റുകൾ ഇനി വരും തലമുറയ്ക്കെങ്കിലും മനസ്സിലാക്കണം. സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ED-യെ വേണമെങ്കിൽ പ്രതിരോധിക്കാനും ഉപരോധിക്കാനൊക്കെ സാധിക്കും. പക്ഷെ കയ്യേറ്റം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കത്തക്കതല്ല. ഒരു അന്വേഷണ ഏജൻസികൾക്കും അവരുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനോ കയ്യേറ്റം ചെയ്യാനോ ആർക്കും സ്വാതന്ത്ര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ വിസ്മരിക്കുന്നത് എന്താണ്? ഇനി CPM-ന് മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും നിയമമുണ്ടോ? പണ്ട് ജോസഫൈൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നിയമം കോടതിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ അവലംബിക്കണമെന്ന് അറിയില്ല. എന്തായാലും ഇവർക്ക് ജാമ്യം കിട്ടുന്ന കാര്യം നമുക്ക് എന്തായാലും കണ്ടറിയാം. കാരണം സർക്കാർ വളരെ ഊർജിതമായി തന്നെ ഇവർക്കെതിരെ ഭാഗികമായെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 90 ദിവസം കഴിഞ്ഞിട്ടും പ്രതികൾക്കെതിരെ
കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ അത്ര ഗുരുതരമായ ഒരു കുറ്റത്തിൽ CPM-കാരായ എല്ലാ പ്രതികളും ജാമ്യം കിട്ടി പുറത്തിറങ്ങി തെളിവ് നശിപ്പിക്കാനുള്ള ഒരു ഇതിനോടകം തന്നെ തെളിവും നശിപ്പിച്ചു കാണും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്തായാലും ഈ ED ആക്രമിച്ച കേസിലകത്തുള്ള ആളുകൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു അലംഭാവം ഉണ്ടാകാൻ സാധ്യതയില്ല. ED കൊടുത്ത കേസും വളരെ ശക്തമാണ്. അപ്പം എന്താണ് ഈ കാര്യത്തിൽ ഇനി സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.